നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് അതിരാവിലെ പറന്നു വിടുന്ന പത്രത്താളുകൾ മറിച്ചു നോക്കിയാൽ ഈ കാലഘട്ടത്തിൻ്റെ വേദനാജനകമായ ദുഃഖകരമായ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്കേവർക്കും മനസ്സിലാകുന്നതും ഇത് ദുഷ്കരമായ ഒരു കാലം എന്ന് തന്നെയാണ്. ഈ നാളുകളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നത് കല്യാണ വീടുകൾ, മരണ വീടുകൾ, ഏതൊരു മലയാളിയുടെയും ആഘോഷ വേളയിലും ഒഴിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം, മാറ്റി നിർത്തുവാൻ കഴിയാതെ വണ്ണം ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരം ഏതൊരു കുടുംബത്തിൻ്റെയും ഏതൊരു തലമുറയുടെയും ജീവിതത്തിൽ മാറ്റി നിർത്താനാകാത്ത ഒരു അതിഥി പോലെ ആയിത്തീർന്നിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ജീവവായു ഇല്ലെങ്കിലും മദ്യവും മയക്കുമരുന്നും ഉണ്ടെങ്കിൽ അത് മതി ജീവിക്കുവാൻ എന്നുള്ളൊരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നാം ഒന്ന് വിലയിരുത്തിയാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നാം ഒന്ന് വിലയിരുത്തിയാൽ, സാമൂഹികവും സാംസ്കാരികവുമായി വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന പ്രബുദ്ധരായ മലയാളികൾ, പ്രബുദ്ധരായ ഭാരതീയർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരങ്ങൾ നോക്കിയാൽ, സമൂഹത്തിൻ്റെ ജീവിത നിലവാരം നോക്കിയാൽ വളരെയധികം ഉന്നതി പ്രാപിച്ച ജീവിത നിലവാരങ്ങൾ. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര സിരകളിൽ എന്ന് മഹാകവി വള്ളത്തോൾ എഴുതി വെച്ച വരികളുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നു വരുന്ന സ്വഭാവ വൈകൃതങ്ങളെ നാം ഒന്ന് വിലയിരുത്തിയാൽ, നാം ഒന്ന് പഠിച്ചാൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊരിക്കലും നമുക്ക് പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നകലുഷിതമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിദേശീയർ ഇവിടെ കടന്നു വന്ന ഇവിടുത്തെ മനോഹാരിതയും ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ കുന്നുകളും ഇവിടുത്തെ മലകളും പുഴകളും അരുവികളെല്ലാം കണ്ട് വിദേശീയർ ഇവിടെ വന്ന് വിളിച്ച ഓമന പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നടന്നു വരുന്ന സംഭവ വികാസങ്ങൾ, സ്വഭാവ വൈകൃതങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ മൃഗീയമായ, വളരെ നീചമായ സ്വഭാവ വൈകൃതങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനെന്ന് ഉലകത്തിൽ ലഭ്യമായതിൽ ഏറ്റവും അനുഗ്രഹീതമായ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. വിശുദ്ധ വേദപുസ്തകം കവലകളിൽ പ്രസംഗിക്കപ്പെടുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ, ആത്മഹത്യകൾ, കുടുംബ തകർച്ചകൾ, പീഡന പരമ്പരകൾ തുടങ്ങി സമൂഹത്തിൻ്റെ വിപത്തായിരിക്കുന്ന മാരകമായ മ്ലേച്ഛമായ സ്വഭാവങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ്റെ അകത്തേക്ക് കയറേണ്ടത് ആവശ്യമാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു മാനവരാശിയുടെ, ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പ്രാപിക്കേണ്ടതായ ആത്മീക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സവിസ്തരമായി എഴുതിയിരിക്കുകയാണ്. ആർഷഭാരതത്തിൽ നിരവധി മതഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനെയും അന്നും ഇന്നും എന്നും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ വേദപുസ്തകം ഏതെല്ലാം രാജ്യത്തിൽ, ഏതെല്ലാം നാട്ടിൽ, ഏതെല്ലാം പട്ടണത്തിൽ, ഏതെല്ലാം വീടുകളിൽ കടന്നുപോയിട്ടുണ്ടോ അവിടെയെല്ലാം സമൂലമായ മാറ്റം വിശുദ്ധ വേദപുസ്തകം വരുത്തിയിട്ടുണ്ട്. നരഭോജികളായിരുന്നവരെ പോലും നരസ്നേഹികളാക്കി മാറ്റിയതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്.
പലരുടെയും ഹൃദയത്തിനകത്ത് ഒരു മിഥ്യാധാരണയാണ് വേദപുസ്തകം എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ഒരു മതഗ്രന്ഥമാണ് എന്ന്. വിശുദ്ധ വേദപുസ്തകം ക്രിസ്ത്യാനികളുടെ മാത്രം മതഗ്രന്ഥമല്ല. വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ അറിയണമെന്നുള്ള ദൈവത്തിന്റെ ആലോചനകളും അരുളപ്പാടുകളും അടങ്ങിയ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മാനവരാശിയുടെ രക്ഷയ്ക്ക് ഉതകുന്ന, മാനവരാശിയുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന ഒരു മാർഗം അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മാനവരാശി അറിയേണ്ടുന്ന വെളിച്ചത്തിന്റെ മാർഗമെന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വളരെ പ്രസിദ്ധി ആർജിച്ച, വളരെ മൂല്യമുള്ള, ധാർമ്മിക മൂല്യമുള്ള ഒരു വാക്യമാണിത്. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നത് എന്തിനു വേണ്ടി? പാപത്തിലകത്ത് അകപ്പെട്ടു പോയ മാനവരാശിയെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി. എന്താണ് പാപം? ഈ കാലഘട്ടത്തിൽ പാപമുണ്ടോ? ഈ കാലഘട്ടത്തിൽ പാപമുണ്ടോ എന്നൊരു പക്ഷേ പ്രബുദ്ധരായ എന്റെ ശ്രോതാക്കൾക്ക് തോന്നിയേക്കാം. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ ജീവിതത്തിനകത്ത് പാപമുണ്ടോ എന്ന് ചോദിച്ചാൽ, കഷായം ഗ്രീഷ്മയും സൈനൈഡ് ജോളിയും നരബലി ലൈലയും ഗോവിന്ദച്ചാമിമാരും നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ഇന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പാപമാണ്. മാനവരാശിയുടെ ഹൃദയത്തിനകത്തെ കുടികൊള്ളുന്ന ഈ പാപം എപ്പോഴാണോ മനുഷ്യനെ വിട്ട് മാറുന്നത്, ആ സമയം മാത്രമേ പാപത്തിന്റെ പരിണിത ഫലമായ മ്ലേച്ഛകരമായ സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം നേടുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ ഉലകത്തിൽ രണ്ടു വഴിയില്ല. പലരും ചോദിക്കാറുണ്ട്, അനവധി നിരവധി മതങ്ങളുടെ ആവിർഭാവം എങ്ങനെയാണ് സംഭവിച്ചത്? ദൈവം ഏകനെങ്കിൽ, ഏകനായ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് അനവധി നിരവധി മതങ്ങൾ ആവിർഭവിച്ചു എന്ന് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അനവധി നിരവധി മതങ്ങൾ ഉത്ഭവിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ ആ പാപത്തിൽ നിന്ന് മുക്തി നേടുവാൻ, മോക്ഷം നേടുവാൻ പല വഴികൾ മനുഷ്യൻ ചികയുവാനിടയായി. വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു വ്യത്യാസവുമില്ല, നാം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ആ തേജസ്സിലേക്ക് മടങ്ങി വരുവാനുള്ള ഉപാധിയാണ് അവന്റെ ഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ മതചിന്തകൾ. എല്ലാവരും പറയുന്നത്, എല്ലാ മതങ്ങളും അവനവൻ വിശ്വസിക്കുന്ന മതങ്ങൾ ഏക ദൈവത്തിലേക്ക്, ഏകത്വത്തിലേക്ക്, ഏകതത്വത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ്. പക്ഷേ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, എല്ലാ വഴികളും ഒരിടത്തേക്ക് പോകുന്ന വഴിയല്ലെന്ന് പറഞ്ഞാൽ, എല്ലാ മതങ്ങളും സൃഷ്ടിതാവിങ്കലേക്കുള്ള വഴിയല്ല. അവനവന്റെ വിശ്വാസം അവനവൻ രക്ഷിക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മനസ്സിലാക്കുക, അവനവന്റെ വിശ്വാസം ഒരിക്കലും അവനവൻ രക്ഷിക്കില്ല. രക്ഷിക്കണമെങ്കിൽ രക്ഷയ്ക്ക് നിദാനമായ രക്ഷാനായകനെ നാം കണ്ടെത്തണം. ആരാണ് ഈ 2024 ആണ്ടിലും മാനവരാശിയെ രക്ഷിക്കുവാൻ കഴിവുള്ളവരെന്ന് ചോദിച്ചാൽ, ഈ കവലയിൽ നിന്നുകൊണ്ട് ഈ വൈകിയ സമയത്ത് ഞാൻ വിളിച്ചു പറയും, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏതിൽ നിന്നുള്ള രക്ഷയാണ്? മരണത്തിൽ നിന്നുള്ള രക്ഷ, ശാപത്തിൽ നിന്നുള്ള രക്ഷ.
നിത്യമായ നാശത്തിൽ നിന്നുള്ള രക്ഷ. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദൂഷ്യമായ സ്വഭാവ വൈകൃതങ്ങൾക്കും കാരണം അവരിൽ വസിക്കുന്ന പാപമാണ്. പാപമില്ലാതില്ല നരനെ ഭൂതലെ ശിശുവിലും പാപമുണ്ടായെന്ന് വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ പാപത്തിൽ അകപ്പെട്ടുപോയ മാനവരാശിക്ക് പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, പാപത്തിൽ നിന്ന് രക്ഷ നൽകിക്കൊടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്കപ്പുറം ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുന്ന സമയം ഒരു കൂട്ടം ദൂതഗണം ഇങ്ങനെ പാടി, മുഴു ലോകത്തിൽ ഉണ്ടാകുവാനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പിറവിയെടുത്ത സകല മനുഷ്യരും അറിയുവാനുള്ള ഒരു ആത്മീക സത്യമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു മിഥ്യയല്ല. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു കെട്ടുകഥയല്ല. ഒരു ചിത്രകാരന്റെ ഭാവനയിൽ തെളിഞ്ഞ ഒരു ചിത്രമല്ല യേശു ക്രിസ്തു. ഒരു ചിന്തകന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയല്ല യേശു ക്രിസ്തു. ഒരു ശില്പിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ശില്പമല്ല കർത്താവായ യേശു ക്രിസ്തു. തത്വചിന്തകയല്ല യേശു ക്രിസ്തു. അവൻ ആരാണ് യേശു ക്രിസ്തു? 2000 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്, ആരാണ് യേശു ക്രിസ്തു? ആരാണ് യേശു ക്രിസ്തു എന്നുള്ളതിന് വിശുദ്ധ വേദപുസ്തകം സവിസ്തരമായി പറയുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത് പാപഭാരം പേറി മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം വെച്ചും വിറച്ചും ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ സത്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതിരുന്ന മനുഷ്യരെ ആ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും മധ്യേ ഏകമധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി. നിരവധി കൊല്ലങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. വളരെയധികം ക്രിസ്തീയ പൈതൃകമുള്ള ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. കരുത്തന്മാരായ ദൈവദാസന്മാർ പാർത്ത് അവർ ശുശ്രൂഷിച്ച ഒരു സ്ഥലമാണ് ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാലങ്ങൾക്ക് മുൻപ് കരുത്തന്മാരായ ശക്തന്മാരായ ശുശ്രൂഷകന്മാർ കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ദേശത്ത് വിളിച്ചറിയിച്ചു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എങ്കിലും ഒന്നുകൂടി ഈ പ്രദേശത്ത് നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. രക്ഷ പ്രാപിക്കുവാൻ 2 വഴിയില്ല. രക്ഷ പ്രാപിക്കുവാൻ ധ്യാനത്തിലോ യാഗത്തിലോ നേർച്ചയിലോ കാഴ്ചയിലോ പുണ്യതീർത്ഥത്തിൽ മുങ്ങുകയോ പുണ്യമല ചവിട്ടുകയോ ഒരു പുണ്യയാത്ര നടത്തുകയോ ചെയ്തോ എന്ന കാരണത്താൽ പാപിയായ മനുഷ്യന് ഒരിക്കലും പാപമോചനം ഉണ്ടാകുന്നില്ല. പാപമോചനം ഉണ്ടാക്കാത്തിടത്തോളം കാലം മനുഷ്യന്റെ കൂടെ ദൈവം വസിക്കുകയില്ല. ദൈവത്തോട് കൂടെ വസിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നേരുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ നിരവധി കുറുക്കു വഴികളെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. ഈ കാലം എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു കാലമാണ്. സാമൂഹികമായും സാംസ്കാരികമായും ആത്മീകമായും വളരെയധികം പുരോഗതിയിലേക്ക്, ഉന്നതിയിലേക്ക് ജനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പലതരത്തിലുള്ള
മ്ലേച്ഛമായ മൃഗീയമായ പറയുവാൻ അറയ്ക്കുന്ന, കേൾക്കുവാൻ അറയ്ക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയും പ്രവണതകളും നമ്മൾ കാണുമ്പോ ഒരു കാലത്തെ പിതാക്കന്മാർ ഇങ്ങനെ ചോദിക്കുന്നു, ഈ കാലം, ഈ ലോകം ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? 50-60 വയസ്സു പ്രായമെത്തിയവരാണ് ഒരു കാലത്ത് മദ്യപിച്ചിരുന്നതെങ്കിൽ ഇന്ന് 10-12 വയസ്സു പ്രായമുള്ള നമ്മുടെയൊക്കെ പിഞ്ചോമനകൾ മാരകമായ MDMA എന്ന് പറയുന്ന സൈക്കോട്രോപിക് കെമിക്കലുകൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, ധനമില്ലാത്തത് കൊണ്ടല്ല, ജീവിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ട്? ഡി അഡിക്ഷൻ സെന്ററുകൾ അനവധിയുണ്ട്. 14 ജില്ലകളുള്ള നമ്മുടെ കേരളത്തിൽ 28ഓളം കുടുംബ കോടതികളുണ്ട്. ഇതെല്ലാം വിളിച്ചു പറയുന്നത് എന്താ? ഒരു ഭാഗത്ത് മനുഷ്യൻ വളർച്ച പ്രാപിക്കുന്നു, ഉയർച്ചയുടെ ഉന്നതിയിലേക്ക് കടന്നു വരുന്നു എങ്കിലും മറുഭാഗത്ത് മനുഷ്യൻ വീടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം പാപമാണ്. പാപത്തിൽ നിന്ന് മാനവരാശിക്ക് മോക്ഷം പ്രാപിക്കേണ്ടത് അനിവാര്യമാണ്. പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഏക മാർഗം യേശുക്രിസ്തു. ആരാണ് യേശുക്രിസ്തു? ഞാൻ ഓർമ്മിപ്പിച്ചു, ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ദൈവമായിരുന്നവൻ മനുഷ്യവേഷത്തിൽ ഉലകത്തിൽ കടന്നു വന്നു. എന്തിനു വേണ്ടി? ഒരു പാമ്പായോ പഴുതാരയായോ നായായോ മൃഗമായോ വന്നിരുന്നെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനെ പോലെ കേവലം 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, വീര്യപ്രവർത്തികൾ ചെയ്തു. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടനെ കേൾക്കുമാറാക്കി, മുടന്തനെ നടക്കുമാറാക്കി, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് താൻ ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും ആകുന്നു. അങ്ങനെ പ്രഖ്യാപനം നടത്തി 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. പാലസ്തീന്റെ പച്ചമണ്ണിൽ, യെരുശലേം, യഹൂദിയ പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരെ, ആലംബഹീനരെ, അശരണരെ പിടിച്ചുയർത്തി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ കടന്നു വരിക എന്ന് വിളിച്ചു പറഞ്ഞ് പാവപ്പെട്ടവന്റെ അടുക്കൽ കടന്നു ചെന്ന്, പാപിയെ തേടി അവന്റെ അടുക്കൽ ചെന്ന്, ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവന്റെ അടുക്കൽ ചെന്ന് അവരെ ആശ്വസിപ്പിച്ച് 33 വർഷക്കാലം ഈ ലോകത്തിൽ യേശു ജീവിച്ചു. അനന്തരം തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തുവിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് അല്ല. യേശു ക്രിസ്തുവിന്റെ മരണം പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റ് അല്ല. യേശുവിന്റെ മരണം കുലപാതകം അല്ല. തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നിരവധി മഹാരഥന്മാരുള്ള, സാമൂഹിക പരിഷ്കർത്താക്കളുള്ള ഈ ഭാരതത്തിൽ പാപികൾക്ക് വേണ്ടി സ്വന്തം രക്തത്തെ ഊറ്റിക്കൊടുത്തൊരുവൻ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുവനില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി അണികൾ രക്തത്തെ ഊറ്റി വാങ്ങിയ നേതാക്കന്മാർ നിരവധി നമ്മുടെ മുൻപിലുള്ളപ്പോ, മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചങ്കിലെ ചോര ഊറ്റി തന്ന ഒരേ ഒരു ഉലകനാഥൻ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് 33 വർഷക്കാലം ജീവിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു. എന്നാൽ തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു അങ്ങ് രാജ്ഘട്ടിൽ മഹാത്മാവിന്റെ ശവകുടീരത്തിന് മുൻപാകെ ചെന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ താങ്കളും ഉയർത്തെഴുന്നേറ്റ് വന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നത് ഏതൊരു സത്യാന്വേഷിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന തികഞ്ഞ സത്യമാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. മനുഷ്യനായി ജനിച്ചൊരുവനെ ദൈവമായിട്ട് ആരാധിക്കണമെങ്കിൽ അതിന് യേശു ക്രിസ്തുവിനോളം തുല്യൻ മറ്റാരുമില്ല.
എന്റെ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കണ്ണുനീർ കൊണ്ടല്ല, എന്റെ ഹൃദയത്തിന്റെ രക്തം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പാദപീഠം കഴുകുമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ സവിസ്തരമായി തന്റെ അനുഭവ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനിടയായി. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഉലക ചരിത്രത്തിൽ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ ഒരുവൻ മാത്രം കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൽ പാപമില്ല, യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശുവിനെ ന്യായം വിധിച്ച ആ കാലഘട്ടത്തിലെ ന്യായാധിപ ശ്രേഷ്ഠനായ പീലാത്തോസ്, ആ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാൻ, ഇവനിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്റെ യേശുവിൽ 33 വയസ്സുവരെ ഉലകത്തിൽ ജീവിച്ചിട്ട് ഒരു പാപം ആർക്കും ചൂണ്ടിക്കാണിക്കുവാനില്ലായിരുന്നു. നോട്ടം കൊണ്ടോ, ചിന്ത കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, കൊടുക്കൽ കൊണ്ടോ, വാങ്ങൽ കൊണ്ടോ യേശുവിൽ ഒരു പാപമില്ലായിരുന്നു. പാപമില്ലായിരുന്ന പരിശുദ്ധൻ, പാവനനായ പരിശുദ്ധൻ ആ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ദൂതഗണം ഇങ്ങനെ പാടി, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അതേ പ്രിയരെ, പാപമില്ലാത്ത പരിശുദ്ധനായ ആ യേശു ക്രിസ്തു ഒരിക്കൽ മനുഷ്യനായ ഉലകത്തിൽ കടന്നു വന്ന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ചങ്കിലെ ചോര കൊടുത്ത് അവർക്ക് രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്തേച്ച് താൻ വന്നയിടത്തേക്ക് കരകയറിപ്പോയി. ഇനി ഒരിക്കൽ ആ യേശു ക്രിസ്തു മടങ്ങി വരും. സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ വരവടുക്കൽ വാതിൽക്കൽ. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. സമകാലീന വിഷയങ്ങളൊന്ന് പഠിച്ചു നോക്ക്. യേശുവിന്റെ വരവടുക്കൽ വാതിൽക്കൽ, യേശുവിന്റെ വരവടുക്കൽ വാതിൽക്കൽ. ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെ? ഒരു മനുഷ്യന്റെ ജീവിതത്തിനപ്പുറം 2 സ്ഥലങ്ങളാണ് അവന് പോകുവാനുള്ളത്. ഒന്ന് നിത്യമായ സ്വർഗം, 2 നിത്യമായ നരകം. അവനവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് മറന്നു പോകരുത്. മനുഷ്യനായി പിറവിയെടുത്ത സകലരും, ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യനായി പിറന്ന സകലരും ആ സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് മറന്നു പോകരുത്. അന്ന് ലജ്ജിച്ചു പോകാതിരിപ്പാൻ ഇത് സുപ്രസാദ കാലം. ആ യേശുവിനെ രക്ഷകനും ദൈവവും കർത്താവുമായി ഒരുവൻ അംഗീകരിച്ചാൽ, ശരീരത്തിൽ ഇരിക്കുമ്പോ അവൻ അംഗീകരിച്ചാൽ, തിരുവചന പ്രകാരം അവന് ജീവിക്കുവാൻ കഴിഞ്ഞാൽ, ആ മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് നിത്യമായ സ്വർഗം. എന്നാൽ നിത്യമായ നരകം അത് പാപികൾക്കുള്ളതാണ്. യേശു രക്ഷകനാണെന്ന് അറിഞ്ഞിട്ടും, യേശു മാത്രമേ രക്ഷാമാർഗമുള്ളൂ എന്നറിഞ്ഞിട്ടും ആ യേശുവിനെ തള്ളിക്കളയുന്നവൾക്ക് നിത്യമായ നരകമാണ്. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായി ഒരുക്കിയിരിക്കുന്നു. അവൻ അതിന്റെ വീതിയും ആഴവും ആക്കിയിരിക്കുന്നു. തീയും ഗന്ധകവും കത്തുന്ന ആ തീപ്പൈകയിലേക്ക് പോകാതിരിക്കുവാൻ ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാ ദിവസം. തിരുവചനം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം ഉണ്ട്. ഈ വൈകിയ സമയത്ത് ഈ മാവുവള പ്രദേശത്തോട്, പ്രിയ സ്നേഹിതരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ അവസരം യേശുവിനെ രക്ഷകനും ദൈവവും കർത്താവുമായി അംഗീകരിക്കുവാനുള്ള അവസരമാണ്. ഒരു തിരി കൊടുക്കണ്ട, ഒരു കവളെണ്ണ കൊടുക്കണ്ട, ഒരു നേർച്ച കൊടുക്കണ്ട, ഒരു കാഴ്ച കൊടുക്കണ്ട. നിങ്ങളായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട്, യേശുവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ,
യേശു ദൈവമാണെന്ന് അറിഞ്ഞിട്ടും ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ തെറ്റിപ്പോയി. എന്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു മടങ്ങി വരവ് നൽകണം. ഒരു ദൈവ പൈതലായി ദൈവമകനായി ജീവിക്കുവാൻ എനിക്കൊരു അവസരം തരണം. പാപത്തിന്റെ പരിണിത ഫലമായ ലഹരിയുടെ മാരകമായ കരാളഹസ്തത്താൽ ഞാൻ പിടിക്കപ്പെട്ടു പോയി. വീട്ടുകാരും നാട്ടുകാരും പറയുന്നു ഞാൻ ശാപത്തിന്റെ അടിമത്വത്തിലാണെന്ന്. ആ ശാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണത്തിന്റെ കൽപ്പനയാകയാൽ നമുക്ക് വേണ്ടി പച്ചപ്പൈമര ക്രൂശിൽ ശാപമായി തീർന്ന യേശു ക്രിസ്തു, ആ യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. സ്നേഹിത, യേശു താങ്കളെ സ്നേഹിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. താങ്കളെ യേശു സ്നേഹിക്കുകയാണ്. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായാലും, മാറ രോഗമായാലും, തീരവ്യാധിയായാലും, ശാപത്തിന്റെ അടിത്തറയിൽ ആണെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. കാലസമ്പൂർണതയിൽ കന്യകയിൽ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ആരുണ്ട്? ആ യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. ആ യേശുവിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറായാൽ, വിളിക്കാതെ വരുന്നൊരു അതിഥിയെ പോലെ, രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ മരണം താങ്കളെ മാടി വിളിച്ചാൽ, താങ്കളുടെ ജീവിതത്തിനകത്ത് രക്ഷയ്ക്കുള്ള വഴി ഒരുക്കിയിട്ടുണ്ടോ? സ്നേഹിത, താങ്കളുടെ ജീവിതത്തിനകത്ത് രക്ഷ പ്രാപിപ്പാനുള്ള ഏക വഴി യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ മകനായി മകളായി ജീവിക്കുവാൻ നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രഭാഷണത്തെ ഞാൻ വിരാമം കുറിക്കുന്നു. സർവേശ്വരൻ നമ്മേവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇവിടെ കേൾപ്പിച്ച യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇരുളഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നിലനിന്നിരുന്ന പാപ പ്രവൃത്തികൾ, പാപ സ്വഭാവങ്ങൾ, വിട്ടുമാറാത്ത മദ്യപാന പ്രവൃത്തികൾ, ഇതിൽ നിന്നൊക്കെ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിന് ഞങ്ങളുടെ ദേശത്തിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ നല്ലൊരു വ്യക്തിത്വമാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും നിങ്ങളെ നല്ലൊരു മകനാക്കി, നിങ്ങളെ നല്ലൊരു മകളാക്കി, നിങ്ങൾ നിത്യനരകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പോകുവാനാണ് വിധിച്ചിരിക്കുന്നത് എങ്കിൽ തന്നെയും ആ നിത്യമായ നരകത്തിൽ നിന്ന് നിത്യമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ വരെ പ്രാപ്തിയുള്ള, കഴിവുള്ള വചനമാണ് ഇവിടെ മുഴങ്ങിക്കേൾക്കുവാൻ ഇടയായി തീർന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഉരുവിട്ട ആ വേദശകലത്തെ ഒന്നുകൂടി ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, നാം വിടുവിക്കപ്പെടുവാൻ, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ, നിത്യമായ നരകത്തിൽ നിന്ന് നിത്യമായ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തപ്പെടുവാൻ, ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മേലെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഈ സുവിശേഷം നിങ്ങളുടെ മുറിവുകളെ കെട്ടട്ടെ. ഈ സുവിശേഷം നിങ്ങൾക്കൊരു പാപക്ഷമ നൽകട്ടെ. ഈ സുവിശേഷം നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ, ആമേൻ. ഇതുവരെ ഞങ്ങൾ ശ്രമിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാം. ദേവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറിച്ച് സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നാൽ മതി. കർത്താവ് നിങ്ങളെ വിടുവിപ്പാനിടയായി തീരും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയവായി ശ്രമിച്ചാലും. നല്ല കർത്താവേ, അനുഗ്രഹമറിയ നല്ല ഈ സന്ധ്യയോടടുക്കുന്ന സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ദേശത്ത്
അങ്ങയുടെ സത്യവചനത്തെ പ്രഘോഷിപ്പാൻ കർത്തൃദാസനെ ഇവിടെ നിങ്ങൾ വിലപ്പിടിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കേട്ട വചനത്തെ കർത്താവെ ഈ ദേശം അംഗീകരിക്കുവാൻ, ദേശം മാറോടണയ്ക്കുവാൻ അവിടെ നിന്ന് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ, രോഗത്തിൽ, ഭാരത്തിൽ, കടഭാരത്തിൽ കഴിയുന്ന അവരുടെ എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്ത് അവിടെ നിന്ന് രൂപാന്തരം കൊടുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് നിന്ന് മറ്റു ദേശത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് കൃപ കൂടെ ഇരിക്കണം, മഹത്വം കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും ഞങ്ങളെ ശ്രമിച്ച എല്ലാ ദേശത്തിലെ എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദേശത്ത് നിന്ന് കടന്നു പോകുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. ആമേൻ.